യെസ് ഗൈസ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സെക്കൻഡ് ഡേ ആണ്, 28 ജൂലൈ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു അൺഎക്സ്പെക്റ്റഡ് പാർസൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, വാ. ഇത് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, ഒരു സ്റ്റോർ അയച്ചെന്നാണ് കൊടുത്തേക്കുന്നത്. എന്നാലും നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ അറിയാമല്ലോ ആരാ കൊടുത്തതെന്ന്. പിന്നെ എൻ്റെ പിന്നിലിരിക്കുന്ന ഈ ഒരു ഫ്രെയിം കണ്ടോ, അച്ഛൻ വന്ന് ക്ലോസ് കാണിച്ച്. അത് ഞങ്ങളുടെ ഫേബ തന്ന ഫ്രെയിമാണ്. അവൾ വയനാടിൽ നിന്ന് വന്നു, ട്രിവാൻഡ്രത്തോട്ട്, കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലോട്ട് വന്നു അവൾ. എന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിയതിൽ വെച്ച് ഏറ്റവും പ്രഷ്യസ് ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ പറയുവാണെങ്കിൽ പുതിയ വീട്ടിൽ നല്ല തണുപ്പാണ്, ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു നേച്ചർ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാട്ടോ. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല നമുക്ക് സിറ്റി ലൈഫിൽ നിന്ന് മാറിയൊരു ഡിഫറെൻറ്റ് രീതികളൊക്കെയാണ് എനിക്കിഷ്ടമായി കേട്ടോ. ഓക്കെ, അതിന് യോജിച്ച സാധനം കിട്ടിയിട്ടുണ്ടാവത്തില്ല. പിച്ചിക്കീറ ഞാൻ പിച്ചിക്കീറുക കഴിച്ച് കാണാൻ പറ്റിയില്ല. അച്ഛ കണ്ടിട്ട് പറയും ഞാൻ ഇത് പുറം ഭാഗമാ. ആണോ? ഓ ഞങ്ങളെ കുറെ ഹാപ്പി മൊമെന്റ്സ് വെച്ച്. ശരിയാ, നമ്മുടെ ഡൽഹി അടിപൊളി കേട്ടോ. ആക്ച്വലി നമ്മൾ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്ന ഫോട്ടോസാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ളതാണ്. അവിടെ ഒലിവിനിരിക്കൊണ്ട് ഞാൻ താഴെ താടിയെ കൈയും കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജെറിനും ആൻഡ്രോസ്. ഇതാണ് പ്രസാദും ഫിയാൻസി. ഇതാണ് കേട്ടോ പ്രസാദിന്റെ ഫിയാൻസി. ഇത് ഞങ്ങളുടെ ജെറിൻ, ഇത് ആൻഡ്രോസ്, ഇത് പ്രസാദ്, ഞാൻ അച്ചു. വട്ടവട മാട്ടുപ്പെട്ടി. ഇത് ജെറിൻ. അവൻ മുംബൈയിൽ, അവന് മാരേജിന് വരാൻ പറ്റിയില്ല. ഞങ്ങളുടെ കുറേ പ്രഷ്യസ് മൊമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു നല്ല അടിപൊളി ഫ്രെയിമാണ് തന്നത്. ഒരു വിൻറ്റേജ് ലുക്കിൽ സെറ്റ് അല്ലേ? ബാക്കി വിൻറ്റേജ് ലുക്ക്. ഇതിൽ പലരെയും ഞങ്ങളിപ്പോ മിസ് ചെയ്യുവാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കല്യാണത്തിന് വന്ന് പ്രസന്റ് ചെയ്ത കേട്ടോ. ഞങ്ങളുടെ കല്യാണ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഞങ്ങളുടെ ഈ ഒരു ഗിഫ്റ്റ്, ഈ ഒരു ഫ്രെയിം.